സഹൃദയ സദസ്സിനെ വന്ദനം. നൂറ്റാണ്ടിന്റെ ഗ്രീക്ക് ഇതിഹാസം ഡയോജനീസും നോവൽ സാഹിത്യത്തിലെ ഇതിഹാസത്തിൽ നിന്ന് അപ്പുക്കിളിയും നാക്കിൽ നിന്ന് വാക്കുകൾ പിഴച്ച ഈ സമകാലിക യാത്രയിൽ കണ്ടുമുട്ടിയപ്പോൾ ഞാനിതാ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു നാക്കിൽ പിഴച്ച വാക്കുകൾ. വേഷമാണല്ലോ, വരുന്നില്ല. കയ്യിലൊരു രാന്തലും ഒരു പട്ടിക്കുട്ടിയും ഉണ്ടല്ലോ. ആരാന്നപ്പാ ഈ പൊടി പിടിച്ച മനുഷ്യൻ? നമസ്കാരം. ആരാന്ന് അങ്ങ് വിഴന്ന് വരുന്നു? എന്താണ് വീഴാൻ? കിളിയെ, അപ്പു കിളിയെ, കസാക്കിലെ സാഹ്യാനത്തിൽ ഉദിച്ച നക്ഷത്രമേ, ഞാൻ ഡയോജനീസ് BC 400 നിന്ന് 21ാം നൂറ്റാണ്ടിലേക്ക് ഒന്ന് യാത്ര വന്നതാണ്. സൂര്യന്റെ പ്രകാശത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ കറുത്ത മതിലുകൾ പണിത നാഗിന്റെ വക്താക്കളെ തേടി ഈ റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ അന്വേഷിക്കാൻ വന്നതാണ് അപ്പുവേ. മനുഷ്യനെ അന്വേഷിച്ച അങ്ങേക്ക് നാക്കിന്റെ ഇരുട്ടിയിലെ മനുഷ്യൻ കൂട്ടിച്ചേർത്ത് നാക്കുണ്ടാക്കിയപ്പോൾ നാക്കിന് പിഴച്ചരെ തേടി വന്നതാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ടവരെ തേടി വരുവ പുകളി. നമുക്കൊരു യാത്ര പോകാം. നേരിൽ പിഴച്ച വാർത്തയിലേക്ക് സ്വാഗതം. ഗംഗാവാലി പുഴയിൽ മനുഷ്യ ജീവന്റെ തുടിപ്പ് തേടി ഇന്നേക്ക് 3ാം ദിനം നമ്മോടൊപ്പം ചേരുന്നു കോഴിക്കോട് വീട്ടിൽ നിന്നും നമ്മുടെ പ്രതിനിധി അഞ്ജു. കേൾക്കാമല്ലോ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ചെറുമകനോടൊപ്പമാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ചെറുമകൻ. മോനെ മോനെ ലൂറി വേണം, മോനെ ലൂറി വേണം, മോനെ എപ്പോഴാ ലൂറി കൊണ്ടുവരിക? എന്താണിത്? ഇവർ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത വാക്കുകൾ സ്ഥാനത്ത് ചേർക്കുന്നത്. കാരുണ്യം എവിടെ? മനുഷ്യത്വം എവിടെ? ഇനി വരുന്ന വ്യത്യാസത്തിന്റെ പേരിൽ കരുത്ത മതിൽ നിർമ്മിച്ച് നാക്കിന് വാക്കുപിഴച്ച മറ്റൊരു കാഴ്ച ആരടായി ഗേറ്റ് തുറന്നിട്ടത്? കണ്ടില്ലേ ബൈക്കും കുന്ത്രാണ്ട് അവർണർ കടന്നു വരുന്നത്? പുറത്താക്കിയതല്ലാത്തിനെയും നിങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട. മോഹിനി ആയിരിക്കണം, മോഹിനിയുടെ രൂപം വേണം. കാക്ക കറുപ്പ് പോലുള്ളവ മോഹിനികൾക്ക് പറ്റില്ല. അത്ര തന്നെ, ഒന്നും പറയാനില്ല. എന്താണ് ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ. അക്ഷരങ്ങൾ ചേർത്ത വാക്കുകൾക്ക് ഇതെന്തു പറ്റി? കാരുണ്യം എവിടെ? അപ്പുകിളി, എന്താണ് ഇവിടെ നടക്കുന്നത്? വിശപ്പ് ഇഴുവായിരുന്നത് ഹൃദയം കൊണ്ടപ്പോ രുചി ആസ്വദിച്ച നാക്കുകൾക്ക് പിഴച്ചു തുടങ്ങി ആത്മാവ്. ഇനി വാക്കുകൾ കൊണ്ട് കൊലക്കാരി തീർച്ച മറ്റൊരു കാഴ്ച തരാം. വരും ആത്മാവേ. പ്രിയമുള്ളവരെ, ഞാനിവിടെ എത്താൻ അല്പം വൈകി. എങ്കിലും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ആവാൻ പാടില്ല. തെളിവില്ലാത്ത തെളിവുണ്ട് എന്നിൽ. ഈ ഉപഹാര സമർപ്പണത്തിന് ഞാൻ നിൽക്കുന്നില്ല. സമർപ്പണ ജീവിതങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നില്ല. ഉയർന്നു പോയതിൽ ഞാൻ തളർന്നു പോകട്ടെ. അപ്പുകളി, ആ വാക്കുകൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചു. യാത്രയായി. അപ്പുകളി, നീ പഠിച്ച ഒരക്ഷരം മാത്രം മതി. ഈ സാഹ്യാനത്തിന്റെ ചെതലിമലയിലേക്ക് യാത്രയാവുക. എന്റെ കയ്യിലുള്ള ഈ റാന്തലിന്റെ തിരുവെളിച്ചം താഴ്ന്നു തുടങ്ങി. എന്റെ സൂര്യപ്രകാശത്തിൽ നിന്ന് ഇവരൊക്കെ മാറി നിൽക്കട്ടെ. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.